ഉത്തരകന്നഡയിൽ കാളി നദിയിലേക്ക് വീണ ട്രക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഈശ്വർ മാൽപ്പയും സംഘവും അതിനുള്ള കഠിന പരിശ്രമത്തിലാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി തന്നെ കെ അഭിലാഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, നേരത്തെ ക്രെയിൻ എത്തിച്ചുകൊണ്ട് ഈ ട്രക്ക് പുഴയിൽ നിന്നും ലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിൽ തന്നെയാണോ? എന്താണ് അടുത്ത ഘട്ടം? ആര്യ, ഈശ്വർ മാൽപ്പയ്ക്കൊപ്പമുള്ള സഹായി വീണ്ടും ഡൈവ് ചെയ്തിട്ടുണ്ട്, പുഴയുടെ അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്താണ് പുഴയ്ക്ക് അടിത്തട്ടിലുള്ള പ്രതിസന്ധി എന്ന് പരിശോധിക്കുകയാണ്. ഒരു പക്ഷേ ഈ ട്രക്ക് അല്പം കൂടി അങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം മാത്രമേ ഉയർത്താൻ കഴിയൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പുഴയുടെ അടിത്തട്ടിൽ നിറയെ പാറക്കല്ലുകളുണ്ട്. ഈ പാറക്കല്ലുകൾ കുടുങ്ങി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ ഏതാണ്ട് പുഴയുടെ മധ്യഭാഗത്ത് ഇത്തരത്തിൽ പാറക്കല്ലുകളിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധികളാകുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്രെയിൻ്റെ ഇരുമ്പ് പടം 3 തവണ പൊട്ടിപ്പോകുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. അതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണോ ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നത്. അത് പരിഹരിക്കേണ്ടതുണ്ട്. അതിനൊരു ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈശ്വർ മാൽപ്പയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹായി കൂടി ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ആ പരിശോധനയിൽ എന്താണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ കരയിൽ 3 ക്രെയിനുകൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വലിയൊരു ക്രെയിൻ ഇതിനായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ആ ക്രെയിനിൽ തന്നെ മാത്രം ഉയർത്തിക്കൊണ്ടുവരുന്ന ശ്രമമായിരുന്നു ആദ്യഘട്ടത്തിൽ നടന്നിരുന്നെങ്കിൽ അത് പരാജയപ്പെടുകയായിരുന്നു. വീണ്ടും ഇപ്പോൾ 2 ക്രെയിനുകളൂടി ഇതിനടുത്തേക്ക് എത്തിച്ചതിന് ശേഷം ഈ ഒന്നിന് സഹായകരമാകുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൂടുതൽ ഇരുമ്പ് വടങ്ങൾ ഇപ്പോൾ പുഴയിലേക്ക് ഇടുകയും ചെയ്തിട്ടുണ്ട്. അത് വെച്ച് കൂടുതൽ ഹൂക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ഈ ട്രക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഈശ്വർ മാൽപ്പയ്ക്കൊപ്പമുള്ള സഹായി ഇപ്പോൾ പുഴയുടെ അടിഭാഗത്ത് ഈ ട്രക്കുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ക്രമീകരണങ്ങളിലേക്ക് പോകേണ്ടതുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഉയർത്താൻ കഴിയുമെന്നുള്ള ഒരു ശ്രമം തന്നെയാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈശ്വർ മാൽപ്പെ അവിടെ നിന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയായി നിൽക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ പ്രതിസന്ധിയായി നിൽക്കുന്നത്. അതിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള വൈദ്യുതി വിളക്കുകളൊന്നും ഇവിടെ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ ഈ പകൽ വെളിച്ചം മാറി നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒരാഴ്ചയായി, അതായത് കഴിഞ്ഞ 7-ാം തീയതി പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ പാലം തകർന്നതിന് ശേഷം ഈ ട്രക്ക് പുഴയുടെ അടിഭാഗത്തേക്ക് പതിക്കുന്നത്. അതോടൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവറെ അന്ന് തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ ട്രക്ക് നീക്കം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ജലനിരപ്പ് സ്വാഭാവികമായ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള കുത്തൊഴുക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് എത്തിക്കാൻ കഴിയുമെന്നായിരുന്നു രാവിലെ മുതലുള്ള പ്രതീക്ഷ. പക്ഷേ ഈശ്വർ മാൽപ്പെ 11 മണിയോട് കൂടി തന്നെ ഇവിടെ എത്തിയെങ്കിലും ഈ ഹൂക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വളരെ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളായിരുന്നു ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ ഇരുമ്പ് പാളികളും അതോടൊപ്പം തന്നെ ഈ കോൺക്രീറ്റ് പാളികളും ഒക്കെ ട്രക്കിൻ്റെ മുകളിലേക്ക് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കേബിളുകളടക്കം ചുറ്റി വരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ നീക്കം ചെയ്ത് കൊണ്ടുവേണ്ടി വരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനെ വലിച്ചു കൊണ്ടുവരാൻ അതിൻ്റെ ഭാഗമായി കേബിളുകൾ മുറിച്ചു മാറ്റുകയും പിന്നീട് വലിച്ചു നീക്കുകയുമായി ചെയ്തത്. അതോടൊപ്പം തന്നെ ഇത് പകുതി വഴി എത്തുന്നതോടുകൂടി തന്നെ പാറക്കല്ലിൽ കുടുങ്ങി അവിടെ നിൽക്കുന്ന നിശ്ചലമാവുന്ന സാഹചര്യമായിരുന്നു. ഇതോടുകൂടി 2 മണിക്കൂറോളം നേരമാണ് ഉച്ചയ്ക്ക് ഈ പ്രവൃത്തി നിർത്തിവെക്കേണ്ടി വന്നത്. ഏതായാലും ഇപ്പോൾ ഈശ്വർ മാൽപ്പയ്ക്കൊപ്പമുള്ള ഡൈവ് ചെയ്തിരുന്ന സഹായി ഇപ്പോൾ പുഴയ്ക്ക് മുകൾ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്താണ് പ്രശ്നങ്ങളെന്ന് അദ്ദേഹം ഈശ്വർ മാൽപ്പയോട് വിശദീകരിക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയായിരിക്കും ഇനി അല്പ സമയങ്ങൾക്കുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും പ്രതിസന്ധി ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ തന്നെ അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ ഇരുമ്പ് വടങ്ങൾ ഉപയോഗിച്ച് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നീക്കങ്ങളാണ്. ആളുകളോട് മാറി നിൽക്കാൻ പറയുന്നുണ്ട്. ക്രെയിനുകൾ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഇരുമ്പ് വടങ്ങൾ മുറുകിയിരിക്കുന്നു. ഏതായാലും ഒരിക്കൽ കൂടി ഒരു വട്ടം കൂടി ഈ ട്രക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ പ്രധാന ക്രെയിൻ ഉപയോഗിച്ച് നടക്കുന്നത്. ഇരുമ്പ് വടം കൂടുതൽ മുറുക്കിയിട്ടുണ്ട്. അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അതിന് സഹായകരമായ രീതിയിൽ മറ്റു ക്രെയിനുകളും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പെ അടക്കമുള്ള ആളുകൾ ഈ പുഴയുടെ ഭാഗത്ത് മാറി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോട്ടടക്കം സമീപ സ്ഥലത്തേക്ക് സുരക്ഷിതമായ ഭാഗത്തേക്ക് മാറുകയാണ്. ഈ ട്രക്ക് ഉയർത്തുന്ന ഘട്ടത്തിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള സംശയം കൊണ്ട് തന്നെയാണ് അവർ മാറി നിൽക്കുന്നത്. ഏതായാലും സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് അവർ മാറുന്നു. അതോടൊപ്പം തന്നെ ട്രക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി ക്രെയിനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇരുമ്പ് വടങ്ങൾ മുറുകിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോഴുള്ളത്. ഏതായാലും ട്രക്ക് ഉയർത്തുകയാണ്. ഒരു വട്ടം കൂടി ശ്രമിക്കുന്നു. പക്ഷേ ട്രക്ക് ഉയരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല.
ഈശ്വർ മാൽപ്പെ അടക്കമുള്ള ആളുകൾ അതിനുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോട്ട് ഇങ്ങോട്ട് അല്പം മാറ്റി ഇട്ടിരിക്കുകയാണ്. ഇതോടുകൂടി ഇപ്പോഴും ട്രക്ക് ഉയർന്നിട്ടില്ല. നേരത്തുള്ള അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ട്രക്ക് ഉള്ളത് എന്നുള്ളതാണ്. ശ്രമിക്കുന്നുണ്ട്. 3 ബടങ്ങൾ കെട്ടിയ നിലയിലാണ് ഇപ്പോൾ ട്രക്ക് ഉള്ളത്. പക്ഷേ ട്രക്ക് ഇപ്പോഴും ഉയർത്താൻ കഴിയുന്നില്ല. വീണ്ടും ട്രക്ക് ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് ഈ ചളിയിൽ പുതഞ്ഞ നിലയിലാണ് ട്രക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ട്രക്കിൻ്റെ പിൻഭാഗത്താണ് ഇപ്പോൾ ഹൂക്ക് ചെയ്തിരിക്കുന്നത്. ട്രക്ക് ഇതാ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ട്രക്കിൻ്റെ ഏതാണ്ട് പിൻഭാഗം പൂർണ്ണമായും തന്നെ ഉയർന്നിരിക്കുന്ന സ്ഥിതിയാണ്. ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ട്രക്കിൻ്റെ പിൻഭാഗം ഉയർത്തിക്കൊണ്ടുവരുന്നു. ക്രെയിൻ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള സംശയമുണ്ട്, ആശങ്കപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ട്രക്കിൻ്റെ പിൻഭാഗം പൂർണ്ണമായും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. TN339 എന്ന് പറയുന്ന ട്രക്കാണ് ഈ പുഴയിൽ അടിഭാഗത്തേക്ക് പതിച്ചത്. ആ ട്രക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം. അതിലുള്ള എല്ലാ ഒരുക്കങ്ങളും കൊടുത്തതിന് ശേഷമാണ്, അത് ഊക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ട്രക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള അവസാനവട്ട ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ട്രക്ക് ഏതാണ്ട് പകുതി ഭാഗം ഇപ്പോൾ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. കേബിൻ വരെയുള്ള ഭാഗം ഇപ്പോൾ ട്രക്കിനെ നിർത്തിയിരിക്കുന്ന നിലയിലാണ്. ഇനി ഒരിക്കൽ കൂടി ഇരുമ്പ് വടം മുറുക്കിയതിന് ശേഷം ഈ ട്രക്കിനെ പുറത്തെത്തിക്കാനുള്ള നീക്കങ്ങളായിരിക്കും ഇനി നടക്കുക. ട്രക്കിൻ്റെ ഭിൻഭാഗമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ട്രക്ക് ഏതാണ്ട് നമുക്ക് അതിൻ്റെ പകുതിയിലേറെ ഭാഗങ്ങൾ ഇപ്പോൾ പുറത്ത് കാണുന്നുണ്ട്. ഇനി ഇത് പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ക്രെയിനുകൾ അല്പം കൂടി പിന്നോട്ട് മാറ്റിയതിന് ശേഷമായിരിക്കും ഈ ട്രക്കിനെ പൂർണ്ണമായും പിന്നിലോട്ട് വലിച്ചു നീക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ട്രക്ക് ഏതാണ്ട് അതിൻ്റെ പകുതിയിലേറെ ഭാഗം 50-60% ഭാഗം ഇപ്പോൾ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഭാരമുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ മുൻഭാഗമാണ്. ആ ഭാഗം ഇപ്പോഴും നദിക്കടിയിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇതിൻ്റെ ഈ ഭാരം വലിയ വിഷയമാണ്. ആ ഭാരം വെള്ളത്തിൽ നിന്ന് ഉയർത്തുമ്പോൾ കൂടുതലായി വരും. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ സമയം വേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഇരുമ്പ് പടത്തിൽ മുറുക്കിയ നിലയിലാണ് ഇപ്പോൾ ട്രക്ക് നിൽക്കുന്നത്. ആ ട്രക്കിനെ പൂർണ്ണമായും പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് വെളിച്ചം ഒരു വിഷയമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് മുമ്പ് തന്നെ, ഇരുട്ടണയുന്നതിന് മുമ്പ് തന്നെ ഇതിനെ പുറത്തെത്തിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഈ ദൗത്യ സംഘത്തിലുള്ളത്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിന് ഒരിക്കൽ കൂടി അത് പുറത്തെത്തിക്കാൻ അത് വലിച്ചു നീക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആര്യ, അഭിലാഷ്, ഏകദേശം 3/4 ഭാഗത്തോളം ട്രക്കിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ ദൃശ്യമാണ്. അപ്പോൾ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രക്കിൻ്റെ മുൻഭാഗം അത് ഒരുപക്ഷെ ചെളിയിൽ പുതഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ആവാം ചിലപ്പോൾ വലിച്ചു കയറ്റാനുള്ള ഒരു പ്രതിസന്ധിയും എന്ന് തന്നെ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ട്രക്കിൻ്റെ ഏറ്റവും ഭാരമേറിയ ഭാഗം അതിൻ്റെ മുൻഭാഗം തന്നെയാണ്. എഞ്ചിനടക്കം ഗിയർ ബോക്സ് അടക്കമുള്ള ഭാഗം മുൻഭാഗത്താണ്. അതുകൊണ്ട് ആ ഭാഗം ഉയർത്തുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഇപ്പോൾ വെല്ലുവിളിയായി നിൽക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ പിൻഭാഗം ഉയർത്തി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. വീണ്ടും ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. വീണ്ടും ഉയർത്തുന്നുണ്ട്. ഏതാണ്ട് അതിൻ്റെ കേബിൻ വരെയുള്ള ഭാഗം ഉയർത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ പിൻചക്രങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ട്രക്ക് ഏതാണ്ട് അതിൻ്റെ 60-70% ഇപ്പോൾ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചയുള്ള ഭാഗം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. പക്ഷേ അതിൻ്റെ ഭാരത്തിൻ്റെ അപൂർണമായി അല്ലെങ്കിൽ അതിൻ്റെ പകുതിയോളം ഭാഗം ഇപ്പോഴും പുഴയ്ക്ക് പുറത്തേക്ക് വന്നിട്ടില്ല. കാരണം അതിൻ്റെ ക്യാബിൻ ഇപ്പോഴും ജലത്തിനടിയിലാണ്, പുഴയ്ക്കടിയിലാണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ചളിക്കടിയിൽ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. അതില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ കഴിയും. ഇപ്പോൾ ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തിൻ്റെ സഹായം ഇവിടെ ഡൈവ് ചെയ്ത് യാതൊരു പ്രശ്നവുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിനെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം ടെലികോമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ കേബിളുകൾ കുടുങ്ങിക്കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ കുരുങ്ങിക്കിടക്കുന്ന കേബിളുകൾ ഏതെങ്കിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. പക്ഷേ ഈശ്വർ മാൽപ്പെ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും അങ്ങോട്ട് പോകാതെ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. അതായത് ട്രക്ക് ഇപ്പോൾ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കാം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. യാതൊരു പ്രതിസന്ധിയുമില്ല എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ഏതായാലും ക്രെയിൻ കൂടുതൽ ഇപ്പോൾ ഉയർത്തുന്ന സ്ഥിതി തന്നെയാണുള്ളത്. ട്രക്കിനെ പൂർണ്ണമായും പുറത്തെത്തിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു. ട്രക്കിൻ്റെ മുൻഭാഗം കൂടി ഇപ്പോൾ കാണുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്.